ബിഗ് ബോസ് സീസൺ 7 ഷാനവാസിനെ എന്തായാലും ആരും മറക്കില്ല. പുള്ളിക്കാരൻ കരുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഇതിനൊക്കെ അവിടെ ഇവിടെ നിന്ന് കുറേയധികം ഷോയും എക്സ്പ്രഷൻസും കുറെ ഹീറോയിസം കാണിക്കാൻ തരത്തില് കുറച്ച് മീശയൊക്കെ പിരിച്ച് ഒന്ന് ചിരിച്ച് ദേഹമൊക്കെ ഒന്ന് ഇളക്കി കൈയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അതെല്ലാം തൻ്റെ ഫാൻസ് എടുത്ത് വീഡിയോസ് ആക്കി എഡിറ്റ് ചെയ്ത് ഹൈപ്പ് കാണിച്ച് നമ്മുടെ ഹീറോ വരുന്നടാ എന്നൊക്കെ പറഞ്ഞിടും എന്ന് ഷാനവാസ് കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ഷാനവാസ് ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് അങ്ങേയറ്റം എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്ന ലെവലിലേക്ക് ഷാനവാസ് മാറി. പക്ഷെ ഈ ഷാനവാസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന കൂട്ടത്തിൽ ഇതുവരെയും എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആദ്യത്തെ ആഴ്ച അനീഷിന്റെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഷാനവാസ് മാത്രമേ അനീഷിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഷാനവാസിന് മാത്രമേ അനീഷിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ അങ്ങ് പുകഴ്ത്തി. പിന്നെ ഗ്രൂപ്പിസം, ഈ അപ്പാനിയും അക്ബറും തമ്മിൽ കൂട്ടുകൂടിയ അന്ന് തൊട്ടേ താൻ ഗ്രൂപ്പിസത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഷാനവാസ് ഭയങ്കര ഷോ ഇറക്കി. ലാലേട്ടൻ അതിനെയും ഷാനവാസിന് ഒരു അപ്രിസിയേഷൻ കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഇപ്പൊ ഈവൻ അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, അതുപോലെ അക്ബറുമായിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഷാനവാസിന്റെ ഒപ്പീനിയൻ ചോദിക്കുന്നത് പോലെയും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ആദില അനീഷ് വിഷയത്തിലും ഷാനവാസിന്റെ ഒരു സൈഡൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ താനാണ് കോംപ്രമൈസ് ചെയ്തത്. അനീഷും ആദിലയും തമ്മിലുള്ള വഴക്ക് ഭയങ്കര ബോറായി തുടങ്ങി, അതുകൊണ്ട് അതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞ ആ ഒരു ബോറായി തുടങ്ങി എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ ലാലേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഷാനവാസിനെ അവിടെ ഒരു ഒരു അംഗീകാരം കൊടുക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ കാര്യത്തിൽ അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദം അത് ബിഗ് ബോസ് കൊടുത്ത ഒരു കെണി പോലെ എനിക്ക് തോന്നി. എന്തിനാണ് അവരെ തമ്മിൽ ഇങ്ങനെ നിങ്ങൾ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഷാനവാസിന്റെയും അനീഷിന്റെ ഇടയിൽ ബിഗ് ബോസ് കൊണ്ടിടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഷാനവാസ് ഈ കാണിക്കുന്ന സ്നേഹം സൗഹൃദം ഇത് ബിഗ് ബോസ് ഹൗസിനകത്ത്, പുറത്ത് ആൾ എങ്ങനെയോ ആയിക്കോട്ടെ, ഹൗസിനകത്ത് ഇത് അനീഷിനിട്ട് കിട്ടുന്ന ഒരു പണിയാണോ, അനീഷിനെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അനീഷിനെ പറ്റിക്കുകയാണോ എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം ഡൗട്ട് തോന്നും, ഒരു ദിവസം ഡൗട്ട് തോന്നത്തില്ല. രണ്ടുപേരുടെയും കോംബോ അടിപൊളിയാണ്. പിന്നെ നല്ല കുറേ വീഡിയോ എഡിറ്റേഴ്സ് നമ്മുടെ ഈ ബിഗ് ബോസ് കണ്ട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീഷ് ഷാനവാസ് കോംബോ അടിപൊളിയാണ്. അനീഷ് ഷാനവാസ് കോംബോ മാത്രം നിലനിർത്തിക്കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ഷാനവാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. കാരണം അനീഷിന് കിട്ടിയ കുറച്ച് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിന്റെ പിൻബലത്തിൽ രക്ഷപ്പെട്ടു പോയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഷാനവാസിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അനീഷ് ഒറ്റയ്ക്ക് കളിക്കട്ടെ, അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി, ഷാനവാസിന്റെ രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനീഷിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഷാനവാസിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും അവിടെ ഏറ്റവും നന്നായിട്ട് ഒരു ഇന്റലക്ച്വൽ ആയിട്ടൊരു ഗെയിം കളിച്ച് കൊണ്ടുവന്നത് അനീഷ് ആയതുകൊണ്ട് അനീഷിന്റെ ഒരു ഹെൽപ്പ് കിട്ടി ഷാനവാസ് വളരണ്ട എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച വരെ ഈ അനീഷും ആദിലയും തമ്മിൽ നടന്ന ആ ഒരു വഴക്ക് അത് ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുന്നു, ആദില ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു കോംപ്രമൈസ് ടോക്കുമായിട്ട് വന്നത് അത് ഷാനവാസിന്റെ ബുദ്ധിയായിരുന്നു. ഷാനവാസ് ഇവരെ ജയിലിൽ ഒന്നിച്ച് രണ്ടുപേരെയും ജയിലിൽ ഇട്ടത് അതെല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെ കുറിച്ചൊരു നല്ല പോസിറ്റീവ് വീഡിയോ ഞാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഷാനവാസ് അക്ബർ തമ്മിലുള്ള പല ഫൈറ്റിലും എനിക്ക് അക്ബർ പറയുന്നതും അക്ബർ ചെയ്യുന്നതും ശരിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഷാനവാസ് ശരിക്കും പറഞ്ഞ ഒരു റിയൽ പേഴ്സണാലിറ്റി ആണോ? ഷാനവാസിന്റെ ക്യാരക്ടർ നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. ഒരുമാതിരി ഒഴുകി നടക്കുന്ന കണക്കാണ്. ഇപ്പൊ ജിഷൻ പുറത്തായതിനു ശേഷം ജിഷൻ പറയുന്നുണ്ട് ഷാനവാസ് അവിടെ ഫേക്ക് ആണ്, ഷാനവാസ് ഇങ്ങനെയൊന്നും അല്ല, ഷാനവാസിന് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, അങ്ങനെ അറിയില്ല. പക്ഷെ ഷാനവാസ് ഫേക്ക് ആയിട്ട് അനീഷ് പറഞ്ഞപ്പോഴും അനീഷ് അല്ല ജിഷൻ പറഞ്ഞപ്പോഴും അനീഷുമായിട്ടുള്ള ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കള്ളമാണ്, അത് ഫേക്ക് ആണ് എന്നൊക്കെ ജിഷൻ പുറത്തു പോയതിനു ശേഷം പറയുമ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം എന്ന് മാത്രം കണ്ടിട്ട് ജിഷന്റെ വാക്കുകളൊന്നും ഞാൻ കടമെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പലപ്പോഴും അല്ലാതെ തന്നെ തോന്നിയിട്ടുണ്ട് ഓരോ സ്ട്രാറ്റജീസിനകത്തുള്ള വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ആയിട്ടാണ് ഷാനവാസ് അത് കാണുന്നത് എന്ന്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ഷാനവാസിനോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വീട്ടുകാരെ വിളിക്കുന്നത്, അതായത് വീട്ടിലിരിക്കുന്ന അച്ഛനടുത്ത് പോയി പറയടാ, അല്ലെങ്കിൽ കെട്ടിയോനടുത്ത് പോയി പറയടാ, കെട്ടിയോടടുത്ത് പോയി പറയടാ എന്ന് പറയുന്നത് മാറ്റി വേറെ വല്ല ബന്ധങ്ങളെയൊക്കെ ഒന്ന് മാറ്റി പിടിക്ക് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ഒന്നൊന്നര ചോദ്യമുണ്ട്. അതായത് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരാളെങ്കിലും ഷാനവാസിന്റെ വായിൽ നിന്ന് വീട്ടുകാർക്ക് കേൾക്കാത്തതായിട്ട് ഒരാളെങ്കിലും ഉണ്ടോ എന്ന്.
അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് അത്രയും എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ ഈ ലക്ഷ്മി വന്നതിന് ശേഷം പലപ്പോഴും ലക്ഷ്മിയും ഷാനവാസും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മി ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസം എന്ന് ഞാൻ പറയുമ്പോൾ പുള്ളിക്കാരുടെ എല്ലാ ക്യാരക്ടേഴ്സും ഫെമിനിസ്റ്റിന്റെ ഒരു മാച്ച് ചെയ്യുന്ന ലെവലിലേക്ക് എനിക്ക് പറയാൻ വയ്യ. അതുപോലെ തന്നെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് ഷാനവാസിനെ കണക്കാക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരനും ഈ പറയുന്ന കണക്ക് സ്ത്രീകളെ തീരെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റില് എന്താ പറയാ, ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി മക്കളെ നോക്കി ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പുള്ളിക്കാരന്റെ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള പെരുമാറ്റം തോന്നിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അങ്ങനെയുള്ള രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് വ്യക്തികളായിട്ട് ഷാനവാസും ലക്ഷ്മിയും. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഫൈറ്റ് ചെയ്യും. അതായത് ഷാനവാസ് തമ്പുരാട്ടി വന്നു, നീ ആരടി, നീ പോടി പെണ്ണെ, അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രമായിട്ടല്ല പറയുന്നത്, എല്ലാവരെയും അങ്ങനെ തന്നെയാണ്, പക്ഷേ എടി പോടി എന്ന് വളരെ ശക്തമായിട്ട് വിളിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന നൂറ, ആദില, അനുമോള്, ഇവര് 3 പേരും എന്തോ താനൊരു വല്യാങ്ങളെയാണ്. ഈ പറയുന്ന അനുമോളൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസക്ക എനിക്ക് നിങ്ങളുടെ ആങ്ങളപ്പട്ടം വേണ്ട, നിങ്ങൾ എന്നെ ആങ്ങളെ ആവണ്ട എന്ന് അനുമോള് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്ക് തീരെ താല്പര്യമില്ല ഷാനവാസിനെ ഒരു ഇക്ക സ്ഥാനത്തിൽ, ഒരു ബ്രദർ സ്ഥാനത്ത് കൊണ്ടുനടക്കാൻ അനുമോൾക്ക് താല്പര്യമില്ല. ആദിലയും നൂറയും പിന്നെയും ഇവരുടെയൊക്കെ കൂടെ ഒരു എല്ലാവരുടെ അടുത്തും പോയി പോസിറ്റീവായിട്ടും അവർ പറയുന്ന നെഗറ്റീവ്സിനെ എതിർത്തും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആദിലയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഷാനവാസിന്റെ അടുത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അത്ര ശരിയൊന്നും അല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള തൻ്റെ ആദില കാണിച്ചിട്ടുണ്ട്. എന്നാൽ അനുമോളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും പിന്നെയും അനുമോളെയൊക്കെ നന്ദിയില്ല. ഇന്നലെ ലാലേട്ടനോട് പോലും ഷാനവാസ് പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് അനുമോൾക്ക് തീരെ നന്ദിയില്ലാത്തൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനാണ് അവ നന്ദി കാണിക്കേണ്ടത്? എന്തിന്റെ പേരിലാണ് ഈ നന്ദി കാണിക്കേണ്ടത്? അനുമോളെ എപ്പോഴും ഒരിക്കൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് അനുമോളെ ആദ്യം കരയിപ്പിച്ചതേ ഷാനവാസാണ്. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഓരോ മത്സരാർത്ഥികളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കാര്യം ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഷാനവാസാണ്. അപ്പോൾ ഏതായാലും ശരി, ലാലേട്ടൻ ഇന്നെങ്കിലും ഷാനവാസിനെ എടുത്തിട്ട് കൊടയുന്ന ഒരു സീൻ ഉണ്ടായല്ലോ, നന്നായി ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇപ്പോൾ വന്ന ഒരു പ്രൊമോയുടെ ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാത്രി 9 മണിക്ക് നമുക്ക് കാത്തിരിക്കാം. ജിസേൽ ഔട്ട് ആകുന്ന ഒരു സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയാകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ കമന്റ്സുകൾ പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.